കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖേന ടിവിയിലെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയാൽ ജ്വലിക്കപ്പെട്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ചകളിൽ കഴിഞ്ഞ ആഴ്ച വളരെ പ്രധാനമായി ത്യാഗം ചെയ്തും ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഈശോ തന്നെ നമ്മോട് ആവശ്യപ്പെട്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓരോ സന്ദേശങ്ങളും വചന അധിഷ്ഠിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 4-ാം തിരുലിഖിതം, എസെക്കിയേൽ 9:4, ജെറുസലേം പട്ടണത്തിലൂടെ നിങ്ങൾ കടന്നു പോവുക, ആ പട്ടണത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളോർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിട്ട് മുദ്ര ചെയ്യുക. പ്രിയമുള്ളവരെ, ഇത് ദൈവസന്നിധി വലിയ വിലയുള്ളൊരു കാര്യമാണ്. ഏത് പട്ടണത്തിൽ, ഏത് നാട്ടിൽ, ഏത് രാജ്യത്ത് ദൈവഹിതത്തിനെതിരായ പ്രവർത്തനങ്ങൾ നടക്കുന്നുവോ ആ നാടിന് വേണ്ടി, പട്ടണത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മക്കൾ വിലപിക്കണം, ദൈവത്തിൻ്റെ മക്കൾ കരയണം, നെടുവീർപ്പെടണം, പരിഹാരം ചെയ്യണം. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ആ രാജ്യത്തെ, ആ പട്ടണത്തിലെ ആളുകളുടെ ആത്മാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവസ്നേഹം അനുഭവിച്ചിരിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം പറയുന്ന ഇപ്രകാരമാ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്ന മക്കളുടെ ശിരസിൽ അടയാളം വരച്ച് മുദ്ര ചെയ്യുക എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് സ്വർഗത്തിൻ്റെ വലിയൊരു ദൂതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവം വിലയുള്ളവരായി കരുതും. വെറുമൊരു പ്രാർത്ഥനയല്ല, നെടുവീർപ്പോടുകൂടി, ത്യാഗത്തോടുകൂടി, പരിത്യാഗത്തോടുകൂടി മറ്റൊരാത്മാവിന് വേണ്ടി പരിഹാരം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കളെ സ്വർഗം സ്വന്തമായി കരുതും എന്നുള്ള സന്ദേശമാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന് 9-ാം അധ്യായത്തിന് 4-ാം തിരുലിഖിതത്തിലൂടെ ദൈവം നമുക്ക് നൽകുക. ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ്. ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് വിശ്വാസത്തിൽ വളർത്തി കൗദാശികമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി വിശുദ്ധ കുർബാനയിലോട് ചേർത്ത് വെച്ച് ഈ ലോകത്ത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ പോലെ ദൈവം അനുഗ്രഹിച്ച്, എന്നാൽ ആ അനുഗ്രഹം ബോധ്യമാകാതെയോ സ്വീകരിക്കാൻ സാധിക്കാതെയോ മാറി നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ പരിഹാരം ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ആത്മാക്കളെ നേടുവാനുള്ള ഒരു കൂട്ടുത്തരവാദിത്വം നമുക്കുണ്ട് എന്നും, ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മക്കളെ സ്വർഗം അനുഗ്രഹിക്കുമെന്നും, വെറുതെയുള്ള അനുഗ്രഹമല്ല, സ്വർഗം മുദ്ര ചെയ്ത് നമ്മളെ സ്വന്തമായി സ്വീകരിക്കുമെന്നും, ദൈവം മുദ്ര ചെയ്താൽ പിന്നെ മറ്റാർക്കും ആ മുദ്ര മായ്ക്കാൻ സാധിക്കില്ല എന്നും ഇന്ന്
സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തരുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശം ഈശോ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഇന്ന് നമുക്ക് പങ്കുവെച്ച് നൽകുന്ന ഇപ്രകാരമാണ്: മക്കളെ, നിങ്ങൾ ഓരോരുത്തരും പിതാവായ ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത്. ദൈവപിതാവാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമുക്കറിയാം. പിതാവിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു, കരുതൽ ലഭിക്കുന്നു. ഇനി ഈശോ പറഞ്ഞ ഇപ്രകാരമാ: നിങ്ങളെ തന്നെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തോട് കൂടെ ഈ ലോകത്ത് ജീവിക്കുകയും ചെയ്യുവാൻ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നവരാണ് നിങ്ങളെന്ന്. നമ്മൾ ഓരോരുത്തരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ നാമത്തിലാണ് മാമോദിസ സ്വീകരിച്ചത്. ഈ ത്രിത്വൈക ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് നമ്മൾ ഉള്ളത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ കരുതലാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഈശോ പറയുന്നു, നിങ്ങൾ എല്ലാ ദിവസവും ദൈവപിതാവിന് നിങ്ങളെ തന്നെ സമർപ്പിക്കണം. പിതാവിനെ നിങ്ങളൊന്ന് ഓർക്കണം, പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, പിതാവിനെ നിങ്ങൾ ആരാധിക്കണം. അത് ദൈവത്തിന് മാത്രം അർഹതയുള്ളതാ. അവൻ നിത്യ ആരാധനയ്ക്ക് യോഗ്യനാണ്. അതുകൊണ്ട് ദൈവപിതാവിനെ നിങ്ങൾ എല്ലാ ദിവസവും ആരാധിക്കണം, ആരാധിക്കണം, ആരാധിക്കണം. അങ്ങനെ അവനെ മഹത്വപ്പെടുത്തണം. കാരണം ആരാധന എന്നുള്ളത് ദൈവത്തിന്റെ മാത്രം സ്വന്തമാണ്. പിതാവായ ദൈവത്തെ ആരാധിക്കണം, പുത്രനായ ദൈവത്തെ ആരാധിക്കണം, പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതമാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഈശോ തന്നെ നമുക്ക് പങ്കുവെച്ച് നൽകുകയാണ്. മക്കളെ, നിങ്ങൾ പിതാവിനെ സമർപ്പിച്ച് ത്രിത്വൈക ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കണം. ഈശോ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം നമുക്ക് നൽകുന്നു. പ്രലോഭനങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുമ്പോൾ എൻ്റെ അമ്മയുടെ തിരുക്കാപ്പയ്ക്കു കീഴിൽ നിങ്ങൾ സങ്കേതം കണ്ടെത്തണം. പ്രലോഭനങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അസ്വസ്ഥരായി ആകുലപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാതെ എൻ്റെ അമ്മയുടെ തിരുക്കാപ്പയ്ക്കു കീഴിൽ നിങ്ങൾ സങ്കേതം കണ്ടെത്തണം. എന്നിട്ട് ഈശോ പറയുന്നു, നിങ്ങളെ നിരന്തരം ശല്യം ചെയ്യുന്ന എല്ലാ തിന്മകളിൽ നിന്ന് അവൾ നിങ്ങളെ സംരക്ഷിക്കും. അത് പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വർഗം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാൻ, മനുഷ്യമക്കളെ സഹായിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. കാരണം അവൾ പാപമില്ലാതെ ജനിച്ചവളാണ്, അവൾ പാപമില്ലാതെ ജീവിച്ചവളാണ്, അവൾ പരിശുദ്ധനായവനെ ഉദരത്തിൽ വഹിച്ചവളാണ്, അവൾ പാപമില്ലാതെ മരിച്ചവളാണ്, പാപവുമായി ഒരു ഉടമ്പടിയും ചെയ്യാത്തവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് സാത്താനെതിരായി നിലകൊള്ളുന്ന സർവശക്തന്റെ കരങ്ങളിലെ ഒരു ആയുധമാണ് പരിശുദ്ധ കന്യകാമറിയം. ആയതിനാൽ ഈശോ തന്നെ പറയുന്നു, മക്കളെ, നിങ്ങളെ നിരന്തരം ശല്യം ചെയ്യുന്ന എല്ലാ പാപത്തിന്റെ ശക്തികളിൽ നിന്ന്, തിന്മയുടെ ശക്തികളിൽ നിന്ന് എൻ്റെ അമ്മ നിങ്ങളെ സംരക്ഷിക്കും. ഇന്ന് പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ ശക്തി തിരിച്ചറിയാൻ സാധിക്കാതെ, പരിശുദ്ധ അമ്മയും ഈശോയും തമ്മിലുള്ള ഐക്യം മനസ്സിലാക്കാൻ സാധിക്കാതെ, പരിശുദ്ധ അമ്മയോട് കൂടുതലായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്കോടുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു കുറവ് വരികയാണോ, ഈശോയോടുള്ള ബഹുമാനത്തിന് കുറവ് വരികയാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്ന് ഈശോ പറയുന്നു, നിങ്ങൾ പരീക്ഷണങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ എൻ്റെ അമ്മയുടെ തിരുക്കാപ്പയുടെ കീഴിൽ നിങ്ങൾ അഭയം പ്രാപിക്കണം. നിരന്തരം നിങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും എൻ്റെ അമ്മ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് ഈശോ അമ്മയ്ക്ക്
ഇത്രമാത്രം പ്രാധാന്യവും അധികാരവും നൽകിയിട്ടുണ്ടെങ്കിൽ മക്കളെ, അത് സ്വീകരിക്കുവാൻ എന്തിനു നമ്മൾ മടിക്കണം? എന്തിനു നമ്മൾ സംശയിക്കണം? എന്തിന് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കൃപകൾ സ്വീകരിക്കുവാൻ നമ്മൾ മടിച്ചു നിൽക്കണം? ഇത് ഈശോ തന്നെ നൽകുന്ന വാഗ്ദാനമാണ്, ഈശോ തന്നെ നൽകുന്ന അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈശോ തന്നെ നമ്മളെ അനുഗ്രഹിച്ചുയർത്തും എന്നുള്ള സന്ദേശം സ്നേഹാഗ്നിജ്വാലയിലൂടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. അടുത്തതായി ഈശോ പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ എളിമയാണ് ഈ ലോക ജീവിതത്തിന് ഏറ്റവും ആവശ്യം. സാത്താൻ ഭയക്കുന്നത് നിങ്ങളുടെ എളിമയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തന്റെ സ്തോത്രഗീതത്തിൽ ഇപ്രകാരം പറയുന്നത്. ലൂക്ക 1:46 മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, അവിടുന്ന് തൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പിന്നീടും പരിശുദ്ധ അമ്മ തൻ്റെ എളിമ അവിടുന്ന് വിലയുള്ളതായി കരുതി സഹായിച്ചുവെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നു. ആ എളിമയാണ് സാത്താൻ ഭയക്കുന്നത്. അവിടെ തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഈശോ പറയുന്നു, എൻ്റെ അമ്മയുടെ ആ എളിമ ദൈവം വലിമയുള്ളതാക്കി മാറ്റിയതുപോലെ നിങ്ങളുടെ എളിമയാണ് സ്വർഗം അനുഗ്രഹിക്കുന്നത് എന്ന്. നിങ്ങളൊരു പ്രഭാഷക പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുലിഖിത ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോഴാണ് കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ എളിമയാണ് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു മാർഗം. എവിടെ അഹങ്കാരമുണ്ടോ അവിടെ തകർച്ചയുണ്ട്. യാക്കോബുസ്ലിഹാ ലേഖനത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നുവെന്ന്. ദൈവത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അഹങ്കാരം. അത് വചനത്തിലൂടെ ദൈവം നമുക്ക് പങ്കുവെച്ച് നൽകുന്നുണ്ട്. ദൈവം അഹങ്കാരികളെ എതിർക്കും. ദൈവം എതിർത്താൽ പിന്നെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എളിമയിൽ എന്ന പുണ്യത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം, അത് സ്വന്തമാക്കണം. അഹങ്കാര ചിന്ത, ഞാനെന്ന ഭാവം, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ചിന്ത, അത് ദൈവസന്നിധിയിൽ ഒരുപക്ഷെ ന്യായീകരിക്കപ്പെടാത്ത സാഹചര്യമാണ് എന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ തന്നെ നമുക്ക് പങ്കുവെച്ച് നൽകുകയാണ്. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. സഹനമാണ് നിന്റെ യോഗ്യത എന്ന് ഈശോ സ്നേഹാഗ്നിജ്വാലയുടെ പങ്കുവെച്ച് നൽകുന്നു. സഹനമാണ് നിന്റെ യോഗ്യത. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, ലോകത്തിന്റെ കൺമുൻപിൽ അവർ വെറും വിഡ്ഢികളായിരുന്നു. ലോകത്തിന്റെ മുൻപിൽ അവർ ഒന്നും നേടിയിട്ടില്ല. അവർക്ക് സഹനവും ദുരിതവും വേദനയും മാത്രമായിരുന്നു. നമ്മുടെ നാട്ടിലെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം എടുത്ത് നോക്കിക്കേ. നല്ല ഒരു അധ്യാപികയായിട്ടൊക്കെ സേവനം ചെയ്യാൻ സാധിക്കുമായിരുന്ന കൊച്ചു പ്രായത്തിൽ രോഗം പിടിപെട്ടു. ആർക്കും വേണ്ടാത്തവളായി, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവളായി. രോഗം മൂർച്ഛിച്ച് സഹിച്ച് അതിൻ്റെ വലിയ വേദനിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അൽഫോൻസാമ്മ ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ, ഇനിയും സഹിക്കണം, ഇനിയും സഹിക്കണം. അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അൽഫോൻസാമ്മ ഇങ്ങനെ വലിയ വേദനയോട് കടന്നു പോവുകയാ. മാരകമായ രോഗം പിടിപെട്ടു, ചുമയ്ക്കുന്നു, ഇടയ്ക്കൊക്കെ ഛർദ്ദിക്കുന്നു. അങ്ങനെ ഒരു ദിവസം മാരകമായ രോഗം പിടിപെട്ട് എല്ലാവരെല്ലാം ഉപേക്ഷിക്കപ്പെട്ട് ഏതാണ്ട് 60 പ്രാവശ്യത്തോളം അൽഫോൻസാമ്മ ഛർദ്ദിച്ചു. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു പ്രാവശ്യം ഒരു ദിവസം ഛർദ്ദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താ. 60 പ്രാവശ്യത്തോളം ഛർദ്ദിച്ചു. അങ്ങനെ ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അൽഫോൻസാമ്മ വീണ്ടും പ്രാർത്ഥിച്ചത് ഇപ്രകാരമാ, ദൈവമേ, നിന്നെ സ്നേഹിക്കുവാൻ എനിക്ക് ഈ സഹനങ്ങൾ പോരാ, നിന്നെ സ്നേഹിക്കുവാൻ എനിക്കിനി കൂടുതൽ സഹനം തരണം.
ഇതായിരുന്നു അൽഫോൻസാമയുടെ പ്രാർത്ഥന. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊരിക്കലും ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ സാധിക്കാത്തതാണ് ഈ വിശുദ്ധർ നമുക്ക് കാണിച്ചു തരുന്ന സ്വർഗത്തിന്റെ ഈ ദൂത്. അതുകൊണ്ട് ഈശോ പറയുക, സഹനമാണ് നിന്റെ യോഗ്യത എന്ന്. ഈ ലോകത്ത് യേശുക്രിസ്തുവിന് വേണ്ടി ആരൊക്കെ സഹിക്കുന്നുവോ അവൻ ദൈവസന്നിധിയിൽ വിലയുള്ളവളാണ്. ഈ ലോകത്ത് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സഹനങ്ങൾ ആരൊക്കെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുവോ അവൻ ദൈവസന്നിധിയിൽ യോഗ്യതയുള്ളവളാണ്, അവൾ ദൈവസന്നിധിയിൽ വിലയുള്ളവളാണ്. അതുകൊണ്ട് ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾക്ക് വലിയ വിലയുണ്ട് എന്ന് ഈശോ തന്നെ നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏത് രീതിയിലുള്ള സഹനം കടന്നു വരുമ്പോഴും മോനെ, നീ നിരാശനാകരുത്, മോളെ നീ നിരാശപ്പെടരുത്, നീ വേദനിക്കരുത്. കാരണം നിന്റെ സഹനത്തിന് ഒരു രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മാറുവാനുള്ള ഒരു വിലയുണ്ട്. അതുകൊണ്ട് ഈശോ പറയുന്നു, നിന്റെ സഹനം ഞാൻ നേടിയെടുത്ത ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണമെന്ന്. വ്യത്യസ്ത രീതിയിലുള്ള സഹനങ്ങൾ ഈശോ നേടിയെടുത്ത ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് ഈശോ പറയുക, നീ എനിക്ക് യോഗ്യതയുള്ളവനായി ഞാൻ കാണണമെങ്കിൽ നിന്റെ സഹനങ്ങൾ എനിക്ക് സമർപ്പിക്കണം. നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ മറ്റൊന്നുമില്ല, എല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചതേ ഉള്ളൂ. സഹനങ്ങളും പാപങ്ങളും മാത്രമാണ് ദൈവത്തിന് നൽകാനുള്ളത്. ഓരോ സഹനങ്ങളും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം. നമുക്ക് ഒരുപാട് സഹനങ്ങൾ ലഭിക്കുന്നുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന ഇപ്രകാരമാ, നമ്മുടെ സഹനങ്ങളെല്ലാം പാഴായി പോവുകയാണ്. പല രീതിയിലുള്ള സഹനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, രോഗങ്ങൾ, അവഗണനകൾ, ജോലിയില്ലാത്ത സാഹചര്യം, സാമ്പത്തിക പ്രതിസന്ധി, ദാരിദ്ര്യം, പട്ടിണി, എല്ലാ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ ബോധപൂർവം യേശുക്രിസ്തുവിന്റെ പീഡാസനത്തോട് ചേർത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ യോഗ്യതയുള്ളവരായി മാറും എന്നാണ് ഈശോ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. സഹനങ്ങൾ അനുഗ്രഹമാക്കി മാറ്റും ദൈവം. എൻ്റെ സഹനങ്ങൾ ഞാൻ കൃപയാക്കി മാറ്റുവാൻ തുടങ്ങുമ്പോൾ സഹനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം നൽകുകയും സഹനങ്ങൾ മാറിപ്പോവുകയും ചെയ്യുന്ന നിരവധിയായ അനുഭവങ്ങൾ അനേകരുടെ ജീവിതത്തിൽ ഉണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 12-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കും. സ്വർഗരാജ്യം പിടിച്ചടക്കണമെങ്കിൽ ചുമ്മാ ഇരുന്നാൽ സാധിക്കില്ല എന്നും അത് ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുകയാണെന്നും ബലവാന്മാരാണ് സ്വർഗരാജ്യം പിടിച്ചടക്കുന്നതെന്നും വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈശോ പരിശുദ്ധമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയുടെ നമ്മയോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ഒരു മാറ്റത്തിന് വിധേയരാകണം. നിങ്ങളൊരു മാറ്റത്തിന് വിധേയരാകണം. ഈശോ പറയുന്നു, ഇത്രയും നാളും നീ ജീവിച്ച ജീവിതം പോലെ ഇതൊക്കെ എല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ നീ പോയാൽ പറ്റില്ല. നീ ഒരു മാറ്റത്തിന് വിധേയനാകണം. ഇനി ഈശോ കൂട്ടിച്ചേർക്കുന്നു, നിന്റെ സർവശക്തിയും ഉപയോഗിച്ച് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം നീ വരുത്തണം. അതെവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഈശോ നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ സർവശക്തി ഉപയോഗിച്ച് ഒരു മാറ്റം നീ വരുത്തണം. നമ്മുടെ ചിന്തയിലായിരിക്കാം, നമ്മുടെ പ്രവൃത്തിയിലായിരിക്കാം, മറ്റുള്ള ചില വ്യക്തികളോടുള്ള നമ്മുടെ ഇടപെടലിലായിരിക്കാം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കാം, ഈശോയോടുള്ള നമ്മുടെ ബന്ധത്തിലായിരിക്കാം. എവിടെയാണോ ഇവിടെയൊക്കെയോ നമ്മൾ മാറ്റം വരുത്തേണ്ടതിരിക്കുന്നു. ഈശോ വെറുതെ അല്ല പറയുന്നത്, നിന്റെ സർവശക്തി ഉപയോഗിച്ച് നീ ഒരു മാറ്റത്തിന് വിധേയനാകണം. അത് വ്യക്തിപരമായ ഒരു വിളിയാണ്, അതൊരു വെല്ലുവിളിയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഒരു മാറ്റം എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന്. എൻ്റെ ജീവിതത്തിൽ
ദൈവം നീ ഒരു മാറ്റത്തിന് വിധേയനാകണമെന്ന് പറയുമ്പോൾ എന്തൊക്കെയോ മാറേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുകയാ. അതെന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർക്കുന്നു, എൻ്റെ അമ്മയുടെ അടുത്തേക്ക് നീ പോവുക, അവൾ നിന്നെ സഹായിക്കും. നിനക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നീ ഇത്രയും നാളും കടന്നുപോയ ചില ബന്ധങ്ങൾ നിനക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ചില കെട്ടുകൾ പൊട്ടിച്ച് പിന്മാറാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, എൻ്റെ അമ്മയുടെ അടുത്തേക്ക് നീ കടന്നു ചെല്ലുക, അവൾ നിന്നെ സഹായിക്കും. ഈ ഒരു മാറ്റം നമ്മൾ ഓരോരുത്തരിലും അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്ന് ഈശോയുടെ തിരുഹൃദയം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ നമ്മളെ ഒരു സമർപ്പണത്തിലേക്ക് ഇന്ന് വിളിക്കുകയാണ്. ഈശോ പറയുന്നു, നിന്റെ ഇച്ഛ ഇല്ലെങ്കിൽ നിന്റെ ആഗ്രഹം നീ അടിയറ വയ്ക്കണമെന്ന്. നിന്റെ ഇച്ഛ, നിന്റെ ആഗ്രഹം നീ അടിയറ വയ്ക്കുക. ദൈവത്തിന്റെ ഇച്ഛ എന്താണെന്ന് നീ കണ്ടുപിടിക്കുക. നിന്റെ ആഗ്രഹങ്ങൾക്ക് പുറകെ, നിന്റെ അഭിലാഷങ്ങൾക്ക് പുറകെ നീ ഓടുമ്പോൾ അതൊരു പക്ഷേ അപകടത്തിൽ ചെന്നെത്താനുള്ള സാധ്യതയുണ്ട് എന്ന്. അതിന് വിശുദ്ധ ലിഖിതത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. പ്രഭാഷക പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 2-ാം തിരുലിഖിതം, പ്രഭാഷകന്റെ 6:2 പരിശുദ്ധാത്മാവ് ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു, നിന്റെ അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെടരുത്, അവ കാളക്കൂട്ടിനെ പോലെ നിന്നെ കുത്തിക്കീറുമെന്ന്. നിന്റെ അഭിലാഷങ്ങൾ നീ ഏറ്റെടുത്ത് നിന്റെ അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെട്ടു പോയാൽ കാളക്കൂട്ടിനെ പോലെ അവൻ നിന്നെ കുത്തിക്കീറുമെന്ന് പ്രഭാഷകൻ 6:2 നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുകയാണ്, നിന്റെ ഇച്ഛ, നിന്റെ ആഗ്രഹം നീ അടിയറ വയ്ക്കണം. ദൈവത്തിന്റെ ഇച്ഛ എന്താണെന്ന് നീ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈശോ പറയുന്നു, എനിക്ക് വേണ്ടി ജീവിക്കുകയും എനിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുകയും എന്നോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മക്കൾ പ്രത്യേക കൃപകൾ കൊണ്ട് നിറയപ്പെടുമെന്ന്. എൻ്റെ ആഗ്രഹമല്ല, നമ്മുടെ ആഗ്രഹമല്ല, നമ്മുടെ ഇച്ഛ അനുസരിച്ച് ജീവിക്കുന്നവരല്ല, നമ്മുടെ അഭിലാഷങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരല്ല, മറിച്ച് ഈശോയുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയോട് ഐക്യപ്പെട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ പ്രത്യേക കൃപാവരങ്ങൾ കൊണ്ട് നിറയപ്പെടുമെന്ന് ഈശോ പറയുന്നു. ഇങ്ങനെ കർത്താവ് പറയുന്നു, മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത സഹനങ്ങൾ നിസ്സാരമല്ല. ഈശോ പറഞ്ഞു തരിക, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത സഹനങ്ങൾ നിസ്സാരമല്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്നോട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് പറയുന്നു, മക്കളെ, നീ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഇടയ്ക്കൊക്കെ പറയാറുണ്ടല്ലോ, എലിസബത്ത് സാന്റയോട് ഈശോ പറഞ്ഞു കൊടുക്കുക, നീ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഇടയ്ക്കൊക്കെ പറയാറുണ്ടല്ലോ, ഈശോയെ, ആരും അനുദപിച്ചിട്ടില്ലാത്ത പോലെ അനുദപിക്കുവാൻ നീ എന്നെ സഹായിക്കണം, ആരും നിന്നെ സ്നേഹിച്ചിട്ടില്ലാത്തതുപോലെ സ്നേഹിക്കുവാൻ നീ എന്നെ അനുഗ്രഹിക്കണം. ഈശോയെ, എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ എന്നോട് പറയുമ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുവെന്ന് നിനക്കറിയാമോ എന്ന് ഈശോ ചോദിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഈശോയോട് നമ്മൾ സംസാരിക്കണം. ഈശോയോട് പറയണേ, ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, മറ്റാരും സ്നേഹിക്കാത്ത പോലെ നിന്നെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, മറ്റാരും അനുദപിക്കാത്ത പോലെ അനുദപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പാപവും പാപത്തിന്റെ സുഖങ്ങളും ഒക്കെ നിന്നോടുള്ള സ്നേഹം മൂലം ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. അങ്ങനെ ഈശോയോട് സംസാരിച്ച് അവനുമായ ഒരു ബന്ധത്തിൽ വേണം എല്ലാ ദിവസവും മുന്നോട്ട് പോകുവാനെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. ഇനി ഈശോ കൂട്ടിച്ചേർക്കുന്ന ഇപ്രകാരമാ, മോനെ, നിന്റെ ഈ ലളിതമായ വാക്കുകളാണ് എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നത്. നീ വലിയ വലിയ തിയോളജി ഒന്നും പറയേണ്ട കാര്യമില്ല. എന്നോട് ചേർന്ന് സംസാരിക്കുവാൻ നിനക്ക് വലിയ വിദ്യാഭ്യാസമോ ഡിഗ്രിയോ PhD ഒന്നും ആവശ്യമില്ല. നിന്റെ ലളിതമായ വാക്കുകൾ എന്നെ അതിയായി സന്തോഷിപ്പിക്കുന്നു. ഈശോയുടെ ഒന്ന് അടുത്ത് എന്ന്
ഈശോയോട് നമ്മൾ നേരിട്ട് സംസാരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, വ്യക്തിപരമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ഈശോ മറ്റ് പുസ്തകത്തിൽ നിന്നുള്ള പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെക്കാൾ ഉപരി ആഗ്രഹിക്കുന്നത്. എന്നാൽ പുസ്തകത്തിലുള്ള പ്രാർത്ഥനകൾ വേണ്ടെന്നല്ല അച്ഛൻ പറയുന്നത്. തീർച്ചയായിട്ടും വേണം. കുരിശിന് വഴിയിൽ പ്രാർത്ഥന പുസ്തകം നോക്കി ചെല്ലണം. വൈദികർ ഞങ്ങൾ ബ്രീവിലിയൊക്കെ വായിക്കുമ്പോൾ പുസ്തകം നോക്കി വായിക്കണം. അതിനൊക്കെ വിലയുണ്ട്, വിലയില്ലെന്നല്ല പറയുന്നത്. എന്നാൽ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഈശോ ആഗ്രഹിക്കുന്നു. ലളിതമായ വാക്കുകൾ കൊണ്ട് ഹൃദയത്തിന്റെ വികാരങ്ങൾ ഈശോയുമായിട്ട് പങ്കുവെച്ച് അവനും ഞാനും തമ്മിൽ വലിയൊരു സ്നേഹബന്ധത്തിൽ എല്ലാ ദിവസവും ആയിരിക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു സ്നേഹബന്ധം ഈശോയുമായിട്ട് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം തേടാം. ഈശോ പറയുന്നു, ഞാനുമായി ഒരു സ്നേഹബന്ധത്തിൽ ആഴപ്പെടുന്നതിന് വേണ്ടി എൻ്റെ അമ്മ നിന്നെ സഹായിക്കും. എന്ത് ഈശോ പറഞ്ഞാലും അവസാനം ഈശോ പറഞ്ഞ ഇപ്രകാരമാ, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം. നിന്റെ കഴിവ് കൊണ്ടോ, നിന്റെ ബുദ്ധി കൊണ്ടോ, നിന്റെ സാമർത്ഥ്യം കൊണ്ടോ, നിന്റെ ഡിഗ്രി കൊണ്ടോ, നിന്റെ ഡോക്ടറേറ്റ് കൊണ്ടോ നിനക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വാ. നിനക്ക് അസാധ്യമായത് എൻ്റെ അമ്മ നിന്നെ കൊണ്ട് ചെയ്യിക്കും. എന്നെ എപ്രകാരം സ്നേഹിക്കാമെന്ന് എൻ്റെ അമ്മ നിന്നെ പഠിപ്പിക്കുമെന്നാണ് ഈശോ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ സഹോദരങ്ങളെ, ഈശോ എത്രമാത്രം പ്രാധാന്യം പരിശുദ്ധ കന്യാമറിയത്തിന് നൽകുന്നുണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അവരുടെ ഐക്യം വളരെ ദൃഢമാണ്, ഗാഢമാണ്. ഈശോയുടെ തിരുഹൃദയത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെയും ഐക്യം വളരെ ശക്തമാണ്. ആ ഒരു ഐക്യത്തിലേക്കാണ് ഈശോ എന്നെയും നിങ്ങളെയും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ക്ഷണിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ആ സ്നേഹബന്ധത്തിന്റെ ഭാഗമായി ഞാനും നിങ്ങളും മാറുമ്പോൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുമെന്ന് ഈശോ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ജീവിതമാണ്. ഈ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുമെന്നും നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുമെന്നും ഈശോ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആത്മാവാണ്. ഈശോയുടെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവത്തിന്റെ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതങ്ങളിൽ ഒരു മാറ്റം വരുത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ്. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടുത്തെ സ്നേഹിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഇടപെടൽ മൂലമാണ് നിത്യരക്ഷ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറയുന്നു, ഈ എപ്പിസോഡിൽ ആദ്യം തന്നെ ഈശോ പറഞ്ഞു, പിതാവായ ദൈവത്തിന് നിന്നെ തന്നെ സമർപ്പിക്കുക. അതിനുശേഷം ഈശോ പറഞ്ഞു, എൻ്റെ ഹൃദയത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുക. ഈശോയുടെ ഹൃദയത്തോട്, ത്രിത്വൈക രണ്ടാമത്തെ ആളായി ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുക. 3 ഈശോ പറയുന്നു, പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. നിന്നെ ഒരു പുതിയ നവീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. അതുകൊണ്ട് ത്രിത്വൈക ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ ക്ഷണിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ ഈ സന്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ പരിശുദ്ധ നമ്മുടെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളോട് കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും
എന്നേക്കും. ആമേൻ. ആവേ മരിയ.